ഞങ്ങൾ അതിനെ കുറിച്ച് ചർച്ച പോലും ചെയ്തിട്ടില്ല. ഒരു തരത്തിലും ചർച്ച ചെയ്തിട്ടില്ല. അല്ലല്ലോ, അത് ഞാൻ പറയണെങ്ങനെ, ഞാനങ്ങനെ മറ്റേ നമ്മളങ്ങനെ പിണറായി വിജയനെ പോലെ ഒറ്റയ്ക്ക് തീരുമാനം മീറ്റിംഗിൽ വരിക, പോക്കറ്റിൽ നിന്ന് കടലാസ് എടുക്കുക, ഇതാണ് ഇന്നത്തെ തീരുമാനം എന്ന് പറയാ, എല്ലാവരും കൂടി കൈയടിച്ചു പോകുന്ന ആളല്ല ഞാൻ. എന്റെ പാർട്ടിയിൽ അത് സമ്മതിക്കുകയില്ല. ഞാൻ അങ്ങനെ പറഞ്ഞ ആ കടലാസ് അവിടെ വെക്കി നമുക്ക് ചർച്ച ചെയ്തിട്ട് തീരുമാനം എടുക്കാന്ന് പറയുന്ന പാർട്ടിയാണ്, ഞങ്ങളുടെ മുന്നണിയാണ്. അപ്പൊ എനിക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല. അത് വരട്ടെ, ധാർമ്മിക പിന്തുണയെന്ന് ഹസനെ പോലുള്ള നേതാക്കൾ അതല്ല, അത് പുറത്തു വരട്ടെ, പുറത്തു വന്ന് സത്യം പറയട്ടെ എന്നാണ് പറയുന്നത്. വേറെ അർത്ഥത്തിലില്ല. മുന്നണിയിലേക്കൊന്നും ഒരാളുടെ കാര്യവും ഒരു സംഭവവും ഞങ്ങൾ ഒരു തലത്തിലും ചർച്ച ചെയ്തിട്ടില്ല. ഞാൻ നേരത്തെ ജയൻ ചോദിച്ച ചോദ്യത്തിനും അതല്ലേ പറഞ്ഞത്, കുറെ കാര്യങ്ങൾ നമ്മൾ കാത്തിരുന്ന കാലത്തെ നമ്മളത് ഒരു അങ്ങനെ ചെയ്യാൻ പാടില്ല. പൊളിറ്റിക്സ് അല്ലേ നിങ്ങൾക്ക് എന്തെല്ലാം അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം കൂടിയൊക്കെ സംസാരിക്കുന്നത്. ബിജെപിയിലേക്ക് ചേരാൻ കേരളത്തിൽ ഒരു മുതിർന്ന കോൺഗ്രസ്സുകാരൻ പ്രകടിപ്പിച്ചു നമ്മൾ ഇന്ത്യൻ എക്സ്പ്രസിന്റെ റിപ്പോർട്ടാണ്. അപ്പൊ അതിനെ കുറിച്ച് എന്താണ്? കാരണം ഈ തൃശ്ശൂർ പൂരം സംബന്ധിച്ചു ഇന്ത്യൻ എക്സ്പ്രസിൽ ഇന്നാളൊരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വയനാട് ക്യാമ്പ് കഴിഞ്ഞിട്ട് ഞാനും KPCC പ്രസിഡന്റ് തമ്മിൽ വലിയ അടിയായിരുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി. നമ്മുടെ ഇത്രയും നേരം